ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CDPO എന്ന് പറയുന്ന PSCയുടെ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ. ഈ പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് ഇതിന്റെ സിലബസ്, ബാക്കി പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ICDS സൂപ്പർവൈസർ അയച്ചിരുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികൾക്ക് ഉറപ്പായിട്ടും അയക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് CDPO എന്ന് പറയുന്നത്. നമ്മൾ ICDSന്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പലരും ഇപ്പോഴും നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് CDPOയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന്. ഇപ്പോഴും ഇത് അറിയാൻ വയ്യാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ എന്താണ് CDPO എന്ന് പറയാം. ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ നോട്ടിഫിക്കേഷൻ 2022 വന്ന നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ നിലവിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 326/2022. ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഒരു എക്സാം നടന്നത് ജനറൽ ലെവലിൽ നടന്നത് 2020 നോട്ടിഫിക്കേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ 4 വർഷം കഴിഞ്ഞതുകൊണ്ട് 5-ാം വർഷം ആയതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജനറൽ കാറ്റഗറിയിൽ. ഇവിടേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എന്താണ് ഇതിന്റെ ഏജ് കാറ്റഗറൈസേഷൻ നോക്കുമ്പോൾ ഇവിടെ 25 മുതൽ 46 വരെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു 18 മുതൽ 36 വരെയോ അല്ലെങ്കിൽ 40 വയസ്സ് വരെയോ ആയിരിക്കും ജനറൽ കാറ്റഗറിയിലേക്ക് CDPO വിളിക്കാൻ പോകുന്നത്. അതുപോലെ ആർക്കൊക്കെ അപേക്ഷിക്കാം? മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഏതിലൊക്കെ? ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി എന്നീ വിഷയങ്ങളിൽ മാസ്റ്റേഴ്സ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു സംശയം വേണ്ട. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡിഗ്രി ലെവൽ അല്ല, മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത്. ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടിയിട്ടുള്ളവർക്ക് മാത്രം അപേക്ഷിക്കാൻ സാധിക്കും. ഇനി മറ്റ് പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സോഷ്യൽ വർക്കില് ഗവൺമെന്റിന്റെ അണ്ടറിൽ പഠിച്ചിരിക്കുന്നതായിരിക്കണം. ഓക്കെ, അതുപോലെ ഡിഗ്രി ഡിപ്ലോമ അവാർഡഡ് ബൈ UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ആൻ ആക്ട് പാസ്ഡ് ബൈ പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ കണ്ടീഷൻ ലേ ഡൗൺ ഇൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. എങ്കിലും ക്വാളിഫിക്കേഷൻ ഓർത്ത് വെച്ചേക്ക. എന്താണ്? മാസ്റ്റേഴ്സ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മൾ PSCയുടെ 1 ടൈം രജിസ്ട്രേഷനിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇനി നമുക്ക് സിലബസിലേക്ക് നോക്കാം. 2020 2022 നടന്ന ഈ ഒരു സിലബസിൽ ഒരു വ്യത്യാസം, അതായത് 2020 നടന്ന ആ എക്സാമിനും 2022 നടന്ന എക്സാമും സെയിം സിലബസ്, ഇതേ സിലബസ് തന്നെ ആയിരുന്നു. എന്നാൽ ICDS സൂപ്പർവൈസറിന്റെ സിലബസിൽ വലിയ ചേഞ്ച് ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ഒരു സിലബസ് ചേഞ്ച് നമ്മൾ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഈ സിലബസ് വൈസ് പഠിച്ചു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് വ്യത്യാസപ്പെടുത്തി പഠിക്കേണ്ടത് 2024 നടന്ന ICDS സൂപ്പർവൈസർ ഡിഗ്രി ലെവലിന്റെ സൈക്കോളജി പോർഷൻസ് കുറച്ചേറെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, അതുപോലെ ഹോം സയൻസ്, ഇങ്ങനെ 25 മാർക്കാണ് ഓരോ സെക്ഷനും കൊടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ICDS ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് അച്ചീവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോഷ്യോളജിയിൽ മൊഡ്യൂൾ നമ്പർ 1 ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി, സോഷ്യോളജി ഇൻ ഇന്ത്യ, ഗ്ലോബലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, സോഷ്യൽ പ്രോബ്ലംസ്, സോഷ്യൽ റിസർച്ച് മെത്തേഡ്സ്, ഇങ്ങനെ 5 ടോപ്പിക്ക്. ഓരോ ടോപ്പിക്കിനും 5 മാർക്ക് വെച്ച് 25 മാർക്ക്. ഓക്കെ, അതിനുശേഷം സൈക്കോളജിയിലേക്ക് വരുമ്പം ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, അവിടെ അപ്രോച്ചസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ദെൻ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ, സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ, കോൺഷ്യസ്നസ്, സൈക്കോളജിക്കൽ പ്രോസസ്, പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ, സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ പെർസെപ്ഷൻ വരുന്ന ഒരു ടോപ്പിക്. അങ്ങനെ 6 ടോപ്പിക്കിലായിട്ടാണ് അവിടെ 25 മാർക്ക്. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ആഡ് ചെയ്ത് ലേറ്റസ്റ്റ് സിലബസുമായിട്ട് കുറച്ചുകൂടെ ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് ഹോം സയൻസ് ആണ്. 25 മാർക്കില് ഫിസിയോളജി, മൈക്രോബയോളജി, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ, ഹ്യൂമൻ ന്യൂട്രീഷൻ, ഡയറ്റിക്സ്, അതുപോലെ എക്സ്റ്റൻഷൻ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ബേസിക് ഫുഡ് സയൻസ്, ഇത്രയുമാണ് അവിടെ ഉള്ളത്. ദെൻ സോഷ്യൽ വർക്കിലേക്ക് വരുമ്പോൾ സോഷ്യൽ വർക്കിന്റെ ഡെഫിനിഷൻ നമ്മുടെ ആ ഒരു ICDS സിലബസ് പോലെ തന്നെയാണ്. വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽ, സോഷ്യൽ കേസ് വർക്ക്, വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്, അതായത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്ക് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളാണ്. കേരളത്തിന്റെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. അപ്പം ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം ഈ MA
MSc ഒക്കെ പഠിച്ചവരാകുമ്പോൾ കുറച്ചുകൂടെ തറവായിട്ടുള്ള ഒരു അറിവ് ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കും. അപ്പം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത് ചോദിക്കുക. ഞാൻ പറഞ്ഞു നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴ്സുകൾ, പലരും പഠിച്ചും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെയാണ് താല്പര്യമെന്ന് കോഴ്സിൽ ചേരാൻ വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടിൽ വെച്ച് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ICDSന് 299 ആയിരുന്നു ഫുൾ സിലബസ്. ഇപ്രാവശ്യം ഹോം സയൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വളരെ തുച്ഛമായിട്ടുള്ളൊരു എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. താഴെ ആൾക്കാർക്ക് ആർക്കെങ്കിലും കമന്റ് ചെയ്യണമെങ്കിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ